നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലത്തായി ജപ്പാനിൽ ധാരാളം തൊഴിലവസരങ്ങളാണ് വരുന്നത്. വിദേശ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ജാപ്പനീസ് കമ്പനികളിൽ ജോലി നേടുന്നത് മറ്റ് വിദേശ കമ്പനികളിൽ ജോലി നേടുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാന കാരണം ജപ്പാനിൽ വിസ സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്ന ധാരാളം ജോലികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പല കമ്പനികളും ജോലി പരിചയമില്ലാത്ത, അതായത് മുൻകൂർ ജോലി ചെയ്ത് പരിചയമില്ലാത്തവരെയും പുതിയ ബിരുദധാരികളെയും എല്ലാം തന്നെ നിയമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ജാപ്പനീസ് കമ്പനികളിൽ കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, പിരിച്ചുവിടൽ ഭീഷണി പൊതുവെ കുറവാണ്. ഇതും ഒരു ആകർഷകമായ കാര്യം തന്നെയാണ്. എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ മറ്റ് സമാനമായ ബിരുദം ഉള്ളവർക്കും അതുപോലെ തന്നെ ബിരുദമില്ലാത്തവർക്കും ജപ്പാനിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം തന്നെ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. ജപ്പാൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. ഇതിനായി ഒരു ജാപ്പനീസ് തൊഴിലുടമയിൽ നിന്ന് ജോലി ഓഫർ ലഭിക്കേണ്ടതുണ്ട്. ജപ്പാനിൽ വിസ സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്ന ധാരാളം ജോലികളാണ് ഉള്ളത്. വിദേശത്തുള്ള ഒരു ജാപ്പനീസ് നയതന്ത്ര ദൗത്യമാണ് ഈ വിസ നൽകുന്നത്. ഒരു വിദേശിയുടെ കൈവശമുള്ള പാസ്പോർട്ട് സാധുത ഉള്ളതാണ് എന്നതിന്റെ സ്ഥിരീകരണമായും വിസയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ശുപാർശയായുമൊക്കെ വിസ ഉപയോഗിക്കാം. ജപ്പാൻ തൊഴിൽ വിസ പ്രധാനമായും 2 തരത്തിലാണ് ഉള്ളത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്കായിട്ടുള്ള വിസയുണ്ട്, അതുപോലെ തന്നെ സാധാരണ ജോലികൾക്കായുള്ള വിസയുമുണ്ട്. ഈ വിസ നേടുന്നതിന്, ഈ സാധാരണ ജോലികൾക്കായുള്ള വിസ നേടുന്നതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ബിരുദം വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. തൊഴിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. അതേസമയം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ പ്രൊഫസർമാർ, കലാകാരന്മാർ, പത്രപ്രവർത്തകർ, ബിസിനസ് മാനേജർമാർ, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എഞ്ചിനീയർമാർ, വിദഗ്ധ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം തന്നെ ധാരാളം അവസരങ്ങൾ ജപ്പാനിലുണ്ട്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നല്ല ഡിമാൻഡാണുള്ളത്. ഫിസിഷ്യൻ, ദന്തരോഗ വിദഗ്ധൻ, ഫാർമസിസ്റ്റ്, പബ്ലിക് ഹെൽത്ത് നഴ്സ്, മിഡ്വൈഫ്, നഴ്സ് ലൈസൻസ് ഉള്ള പ്രാക്ടിക്കൽ നഴ്സ്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഓർത്തോപ്റ്റിസ്റ്റ്, ക്ലിനിക്കൽ എഞ്ചിനീയർ, പ്രോസ്തെറ്റിസ്റ്റ് എന്നിവർക്കെല്ലാം തന്നെ വളരെ അധികം ജോലി നേടാൻ എളുപ്പമുള്ള സ്ഥലമാണ് ജപ്പാൻ. അപേക്ഷകൻ ലൈസൻസ് ഉള്ള നഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജപ്പാനിൽ ലൈസൻസ് ഉള്ള ഒരു നഴ്സായി 4 വർഷത്തിലധികം പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഓതറൈസ്ഡ് നഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപേക്ഷകർ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ്, ക്ലിനിക്കൽ റേഡിയോളജിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഓർത്തോപ്റ്റിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഈ തസ്തികയിൽ അപേക്ഷിക്കുന്നതിന് മെഡിക്കൽ സ്ഥാപനത്തിലോ ഫാർമസിയിലോ ജോലി ചെയ്യാവുന്നതാണ്. ജപ്പാനിൽ ബിസിനസ് നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിക്ഷേപത്തിന്റെ ആകെ തുക 5 ദശലക്ഷം യെന്നോളം നിങ്ങൾ അവിടെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അതുമല്ലാതെ ഇനിയിപ്പോൾ നിയമ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സ്ക്രീനർ, റിയൽ എസ്റ്റേറ്റ് സർവേയർ, വിദേശ നിയമ കൺസൾട്ടന്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, വിദേശ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, ടാക്സ് അക്കൗണ്ടന്റ്, സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് ലേബർ കൺസൾട്ടന്റ്, പേറ്റന്റ് അറ്റോർണി, മാരിടൈം പ്രൊസീജിയർ ഏജന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനർ എന്നീ ജോലികൾക്കെല്ലാം തന്നെ ഇവിടെ ധാരാളം അവസരങ്ങൾ ഉണ്ട്. ഇതിനെല്ലാം തന്നെ തൊഴിലുടമയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി നേടുന്നതാണ് ജപ്പാൻ തൊഴിൽ വിസയുടെ ആദ്യഘട്ടം. വിനോദസഞ്ചാരം, ബന്ധുക്കളെ സന്ദർശിക്കൽ, ഹ്രസ്വകാല ബിസിനസ് തുടങ്ങിയ യാത്രാവശ്യങ്ങൾക്കായി നിങ്ങൾ ജപ്പാനിൽ എത്തുകയാണെങ്കിൽ അതിന് താൽക്കാലിക സന്ദർശകൻ എന്ന വിസയിലാണ് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ജപ്പാനിൽ എത്തുന്നവർക്ക് വർക്ക് വിസ ലഭിക്കില്ല. വിസ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നമ്മുടെ അടുത്തുള്ള ജാപ്പനീസ് എംബസിയിലാണ് ആദ്യമായി കൊടുക്കേണ്ടത്. ജപ്പാൻ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വിസ ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ എംബസിയാണ് ചെയ്തു തരുന്നത്. യോഗ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ റീജിയണൽ ഇമിഗ്രേഷൻ ബ്യൂറോയിൽ ആവശ്യമായ രേഖകൾ നൽകി നിങ്ങൾക്ക് വിസ നേടാവുന്നതാണ്. യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ലാൻഡിങ്ങിന് അപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്, അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നഷ്ടമാകും. ജപ്പാനിൽ പുതുതായി എത്തുന്ന വിദേശ പൗരന് ലാൻഡിംഗ് അനുമതി ലഭിക്കുന്നതിന് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് നൽകിയ വിസ, ജപ്പാൻ അംഗീകരിച്ച സാധുവായ പാസ്പോർട്ട് എന്നിവയാണ് ഉണ്ടായിരിക്കേണ്ടത്.
തൊഴിൽ ഓഫറിന് പുറമെ അപേക്ഷകർ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ യോഗ്യതകൾ, സാധുവായ കരാർ, ജപ്പാനിലേക്ക് മാറാനുള്ള സാമ്പത്തിക സ്ഥിരത ഉണ്ട് എന്നതിന്റെ തെളിവ് എന്നിവയും കൂട്ടത്തിൽ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ തൊഴിൽ കരാറിനെ ആശ്രയിച്ച് വിസയുടെ സാധുതയും വ്യത്യാസപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ജപ്പാനിൽ ഒരു ജോലിക്കായി നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷ നൽകേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജപ്പാൻ എംബസിയിലാണ്. കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.